അപ്പൊ നിങ്ങൾ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ചിലര് കേട്ടിട്ടുണ്ട്, ചിലര് കേട്ടിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണപിള്ള, പ്രസിഡന്റ് ശ്രീമതി സിന്ധു കെ നായർ, ഹെഡ് മിസ്റ്റർ PHS, ശ്രീ ടി പ്രഭാകരൻ മാനേജർ, ശ്രീമതി വി ആനന്ദവല്ലി, ശ്രീ അനന്തപിള്ള, ശ്രീ KS മിനികുമാർ, ശ്രീമതി സുഭാജി അനിൽ, ശ്രീ K ശശികുമാർ, ശ്രീ B സനൽകുമാർ, ശ്രീ CG ബാലചന്ദ്രപിള്ള, ശ്രീ CS സജികുമാർ, ഗിരീഷ്, അനീഷ് കുമാർ, രാകേഷ് കുമാർ, സിന്ധു B, സിന്ധു S, വിജയകുമാർ K, ശ്രീലാൽ JL, CS സുരേഷ് കുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, അധ്യാപക വൃന്ദം, അതിനോടൊപ്പം പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഒത്തിരി സന്തോഷമുണ്ട് ഒരു സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമാകുന്നതിൽ. പണ്ട് നിങ്ങളെ പോലെ ഇരുന്ന സദസ്സിൽ സംസാരിച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പം എന്തിനാ ഇവരൊക്കെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും ചൂടിൽ ഏതോ ഒരു താടിക്കാരൻ വന്ന് എന്തോ പറയുന്നു, ഇതൊക്കെ കേൾക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരവസരമുണ്ട്. പക്ഷെ ഇന്ന് വലിയ അറിവിൻ്റെ ശകലങ്ങളും അങ്ങനെയൊന്നുമല്ല. സ്കൂളിലെ എൻ്റെ ചെറിയ അനുഭവവും പിന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു അധ്യാപകന്റെ കഥയും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മണ്ഡല മിശ്രൻ എന്ന് പറഞ്ഞ ഒരു വളരെ വിശിഷ്ടനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ശങ്കരാചാര്യനെ ഒരു സംവാദത്തിന് വിളിച്ച മണ്ഡല മിശ്രൻ ചെറുപ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ എപ്പോഴും വഴക്ക് പറയും, ഏത് സമയവും വഴക്ക് പറയും. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഗുരുവിനോടൊരു ദേഷ്യം. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചില ആൾക്കാർ എപ്പോഴും തെറ്റു പറയുന്നു, എപ്പോഴും ഒരു കുറ്റം പറയുന്നു, ഇവര് ശരിയല്ല എന്ന തോന്നൽ എന്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കും തോന്നാം, സ്വാഭാവികം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നും ഈ ടീച്ചറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മാർക്ക് കുറയ്ക്കും, വെട്ടി തിരുത്തും, കുറ്റം പറയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം. എനിക്കും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവാം. അങ്ങനെ മണ്ഡല മിശ്രനും ഈ ഗുരുനാഥനോടുള്ള ദേഷ്യം, ആ ദേഷ്യം മൂത്തിട്ട് തലയിൽ കല്ലിട്ട് കൊല്ലാമെന്ന് തീരുമാനിച്ച് വീടിന്റെ കൂരയിലേക്ക് കല്ലുരുട്ടി കയറ്റി അവിടെ കാത്തിരുന്നു ഗുരുനാഥൻ രാത്രി കിടക്കാൻ വരാൻ വേണ്ടി. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെ ഇത്രയും ദ്രോഹിച്ച, എന്നെ എപ്പോ നോക്കിയാലും ചീത്ത പറയുന്ന, എപ്പോഴും ചീത്ത മാത്രം പറയുന്ന ഈ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന ചിന്തയിൽ ആ കൊച്ചു പയ്യൻ കല്ലുരുട്ടി കയറ്റി അവിടെ കാത്തിരുന്നു. ഗുരുനാഥൻ താഴെ വരും, കല്ലിടും, അതോടുകൂടി എല്ലാം കഴിയും. ഗുരുനാഥൻ രാത്രിയായപ്പോൾ കിടക്കാനായി ആ കിടത്തുമുറിയിലേക്ക് വന്നു. തന്റെ ഭാര്യയോട് പറയുകയാണ്, എത്ര നല്ല പയ്യനാണ് മണ്ഡല മിശ്രൻ, അവൻ നല്ലവനാണ്, അവൻ നന്നായി വളരണം, അവൻ ഒരു തെറ്റ് വരുന്നത് പോലും എനിക്ക് സഹിക്കുന്നില്ല, അവൻ നന്നാവണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. മനസ്സൊരുക്കി ആ ഗുരുനാഥൻ പറയുന്നത് മണ്ഡല മിശ്രൻ കേട്ടു. കല്ലിടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചു. അവന് ജീവിതത്തിൽ ഒത്തിരി നേടാൻ സാധിക്കും, പക്ഷെ ഞാൻ പറയുന്നത് അവന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ നല്ലവനാണ്, അവന് നന്മയെ വരാൻ പാടുള്ളൂ എന്ന് തന്റെ സഹധർമ്മിണിയോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്കുകൾ കേട്ടിട്ട് മണ്ഡല മിശ്രൻ കണ്ണിൽ നിന്നും കണ്ണീര് മാത്രമാണ് വന്നത്. അടുത്ത ദിവസം രാവിലെ പഠിപ്പിക്കാൻ വന്ന ഗുരുനാഥനോട് മണ്ഡല മിശ്രൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ശിക്ഷ? ശിഷ്യൻ എന്താണ് ശിക്ഷ? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ബ്രഹ്മഹത്യാപാപമാണ്. ഗുരുനാഥനെ കൊല്ലാൻ ചിന്തിക്കുന്നത് ബ്രഹ്മഹത്യാപാപമാണ്. കൊല്ലുന്നതല്ല, കൊല്ലാൻ ചിന്തിക്കുന്നത് ബ്രഹ്മഹത്യാപാപമാണ്. അതുകൊണ്ട് ഉമിയിൽ നീറാനുള്ള ശിക്ഷയാണ് അവന് വിധിക്കേണ്ടത്. ആ ശിക്ഷ ഏറ്റുവാങ്ങി സ്വയം ഉമി നീറ്റി അതിനകത്തിരുന്നു മണ്ഡല മിശ്രൻ. അതിൽ നിന്നും ഗുരുനാഥൻ പുറത്തിറക്കി എന്ന് ചരിത്രം പറയുന്നു. നമുക്ക് വേണ്ടി
നമ്മൾ നന്നാവാൻ വേണ്ടി നല്ല വാക്കുകൾ പറയുന്നവരെ നമുക്ക് തുച്ഛമായിരിക്കാം, നമുക്ക് അവരോട് ദേഷ്യമുണ്ടാകാം, അവരോട് വെറുപ്പുണ്ടാവാം. പക്ഷെ അവർ പറയുന്ന വാക്കുകളിൽ നന്മയുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും. അത് വൈകി പോകരുത്. അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്ന ഏതൊരു അധ്യാപകനോ അധ്യാപികയോ അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കണം എന്നേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയുള്ളൂ. പറയുകയല്ല, അപേക്ഷിക്കുകയുള്ളൂ. ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രം. നിങ്ങൾ നന്നായാൽ അവർക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ശമ്പള വർധനയോ അല്ലെങ്കിൽ അവർക്ക് വലിയ ഗിഫ്റ്റോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി എന്റെ ജീവിതത്തിലേക്ക് വരാം. കൊച്ചുനാളിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്കെല്ലാം മനസ്സിൽ ചിന്ത. പഠിക്കുക എന്നുള്ളതിനേക്കാളും മാർക്ക് കിട്ടുക എന്നുള്ള ചിന്ത മാത്രമുള്ള ഒരു കാലഘട്ടം. അങ്ങനെ പഠിച്ച് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ കാലഘട്ടത്തിൽ ഒരു പരീക്ഷയ്ക്ക് ഒരു അമേരിക്കയുടെ മാപ്പ് വരയ്ക്കണമായിരുന്നു. ശരിയായി പഠിച്ചില്ല, എന്റെ തെറ്റാണ്, ശരിയായി പഠിച്ചില്ല. അപ്പോ ചെയ്യാൻ വേറെ ഒന്നുമില്ല, നോക്കി വരയ്ക്കുക, തട്ടിപ്പ്, കോപ്പിയടി, തൊണ്ട്, ഇതാണ് ആകെയുള്ള രക്ഷ. കാരണം പഠിച്ചില്ല, എന്റെ തെറ്റാണ്. ഞാൻ ആ മാപ്പ് വരച്ച് ബെൽറ്റിന്റെ ഇടയിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയി നോക്കി വരച്ച് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. ഞാൻ വരച്ചു തീർന്നപ്പോൾ പുറകിൽ നിന്നും എന്നെ മാത്സ് പഠിപ്പിക്കുന്ന തോമസ് ജോസഫ് സാർ തോളത്ത് കൈവച്ചു. എന്താ അത്? സാർ അറിയില്ല, ടേബിളിന്റെ അടിയിൽ കിടന്ന പേപ്പറാണ്, അത് കള്ളം പറഞ്ഞു. കള്ളം പറയാൻ നമ്മളെ ആരും പഠിപ്പിക്കണ്ട, പക്ഷെ കള്ളം പറയുന്നത് നമ്മുടെ ജീവിതം ചീത്തയാവാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. കള്ളം പറയുന്ന ഒരാൾക്കും നന്മ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്ക് തിന്മയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. കള്ളം പറയുന്നതിൽ ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അവർ നന്നാവില്ല. തീർച്ചപ്പെടുത്തുക. ഞാനൊന്ന് കള്ളം പറഞ്ഞു, ശരി എന്ന് പറഞ്ഞ് തോമസ് ജോസഫ് സാർ എക്സാം മുഴുവനും തീർന്നു കഴിഞ്ഞ് ഞാൻ പുറത്ത് എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്റെ തോളത്ത് കൈയിട്ടിട്ട് പറഞ്ഞു, നീ പഠിച്ച ആ ക്ലാസ്സിൽ പണ്ട് ഞാനും പഠിച്ചു വന്നതാണ്, നീ ചെയ്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ ഇപ്പോൾ പിടിപ്പിച്ചു കൊടുത്താൽ നീ വലിയ കള്ളനാവുന്നു. ഇനിയും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യൂ, തെറ്റു മാത്രമേ ചെയ്യൂ. നീ നന്നാവേണ്ടവനാണ് എന്ന് പറഞ്ഞ അന്ന് ആ പറഞ്ഞ തോമസ് ജോസഫ് സാറിന് ഇന്നും എനിക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വിളിച്ച് സംസാരിക്കും. എൻ്റെ ഏറ്റവും നല്ല ഗുരുനാഥന്മാരിൽ, ഞാൻ ഇപ്പോഴും ആദരിക്കുന്ന ഗുരുനാഥന്മാരിൽ സുരേഷ് കുമാർ സാറും തോമസ് ജോസഫ് സാറും കാരി സാറും അങ്ങനെ കുറേ അധികം അധ്യാപകരുണ്ട്. അവരാണ് ഇന്ന് ഞാൻ എന്താണോ അതാക്കിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന എന്തും നിങ്ങളുടെ ഇപ്പോഴുള്ള അധ്യാപികമാരാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ആ വഴിയെ നിങ്ങൾ നടന്നാൽ മാത്രം മതി. കള്ളത്തരം കാണിക്കാം, കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴി എങ്ങോട്ടാ പോകുന്നത് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഒരു നിയമജ്ഞനാണ്. കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അത് കണ്ടറിഞ്ഞ വ്യക്തിയാണ്. നേർവഴിക്ക് പോയാൽ നമുക്ക് നന്മ നേടാൻ സാധിക്കും, ബഹുമാനം നേടാൻ സാധിക്കും. എന്റെ ഒരു കൂടെ പഠിച്ച ഒരു കൊച്ചു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം, എന്നിട്ടൊരു ബെൻസ് കാർ വാങ്ങിച്ചിട്ട് അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് യാത്ര ചെയ്യണം. ഞാൻ പറയുന്നത് ബോറടിക്കുന്നുണ്ടോ? അല്ല, നല്ല ബഹളം കൂടിയപ്പോൾ ബോറടി കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള സംസാരം കേൾക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചത്, ബോറടിക്കുന്നുണ്ടെങ്കിൽ നിർത്താം. ബോറടിക്കണ്ടോ? ഓക്കെ, ബോറടിച്ചില്ലാന്നുണ്ടെങ്കിൽ വേഗം തീർക്കാം. അപ്പോ ബെൻസ് കാർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത് യാത്ര ചെയ്യണം എന്ന് എന്നോട് എന്റെ സഹപാഠി ഈശോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നന്നായിട്ട് പഠിച്ചാൽ നിന്നെ വിളിക്കാൻ ആരെങ്കിലും വരുമ്പോ ഒരു ബെൻസ് കാറ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നിന്നെ പിക്ക് ചെയ്താൽ മാത്രമേ നിനക്ക് മര്യാദയാവുള്ളൂ എന്നൊരു ചിന്തയുണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ കഴിയും. എന്റെ മുത്തശ്ശന്റെ, അതായത് അമ്മയുടെ അച്ഛന്റെ സഹോദരൻ, അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ പേരിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അതിനേക്കാളും കൂടുതൽ പുറകെ വാലായി വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ആ അക്ഷരങ്ങൾ ഉണ്ടാവണം. പഠിച്ച പഠിപ്പിന്റെ അക്ഷരങ്ങൾ പേരിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതലായിരിക്കണം. ഇന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാം, ബിടെക്, PGD, PMBS, AMSc, അപ്ലൈഡ് സൈക്കോളജി, LLB കഴിഞ്ഞിപ്പോ LLM ചെയ്യുന്ന ഞാൻ, ഒരു ഡോക്ടറേറ്റും കൂടി ചെയ്യുന്ന ഞാൻ, എനിക്ക് എന്റെ 2ാമത്തെ ഡോക്ടറേറ്റാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ
പേരിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ പുറകെ പഠിപ്പിന്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞു. എൻ്റെ മുത്തശ്ശന്റെ സഹോദരൻ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എന്നെ മകനെ പോലെ കണ്ടു. കൊച്ചുമകനാണ്, പക്ഷെ ഒരു മകനെ പോലെ കണ്ടു. ആ വാത്സല്യത്തിന്റെ മുന്നിൽ ഞാൻ നമിക്കുകയാണ്. എൻ്റെ അധ്യാപകർ എന്നെ നേർവഴിക്ക് നയിച്ച ആ നന്മയുടെ നിമിഷങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് എന്നെ പഠിപ്പിച്ച, അത് എൻ്റെ അമ്മ മുതൽ ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഓരോരുത്തർ വരെയുള്ള എൻ്റെ ഗുരുനാഥന്മാർക്ക് ഈ നിമിഷത്തിന്റെ പുണ്യം മുഴുവനും അവർക്ക് നൽകിക്കൊണ്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് നേർവഴി കാണിച്ചു തരാൻ എനിക്കിപ്പോ എൻ്റെ കൂടെയുള്ള ഗുരുനാഥയായ ദിവ്യ, എൻ്റെ സഹധർമ്മിണി, എനിക്ക് വഴി കാട്ടി തരുന്നത്, നേർവഴിക്ക് നയിക്കാൻ ഏട്ടാ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള നല്ല ബുദ്ധി എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അതിനോടൊപ്പം ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം തൊട്ട് പറയുന്നുണ്ട്, സാർ ആ പരസ്യം പറയണേ, തീർച്ചയായിട്ടും പറയണേ. ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റ് ആണ്, അതായത് ശബ്ദം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ചിലര് കേട്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുക, റേഡിയോ വെക്കുന്ന സമയത്ത് റേഡിയോയിൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നത് ഇപ്രകാരമായിരിക്കാം: You are listening to Club FM 94.3 എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ Malabar Golden Diamond, celebrate the beauty of life കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ചെയ്ത് ആ പരസ്യവാചകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് എൻ്റെ ഒരു മേഖല, ഞാൻ ജോലി ചെയ്യുന്ന മേഖല. ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഹിപ്നോതെറാപ്പിസ്റ്റായിട്ട് പേഷ്യൻസിനെ നോക്കുന്നുണ്ട്, വോയിസ് ആർട്ടിസ്റ്റായിട്ട് ഞാൻ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്, വോയിസ് കോച്ചായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, വലിയവരെ പഠിപ്പിക്കുന്നുണ്ട്, സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, പ്രഭാഷണങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. അതിൽ കുഞ്ഞുമോക്ക് ഏറ്റവും കൂടുതൽ, അതായത് എൻ്റെ ഭാര്യനെ കുഞ്ഞുമോളെന്ന് വിളിക്കുന്നത്, കുഞ്ഞുമോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശ്ലോകത്തിന്റെ വരി അത് പറഞ്ഞുകൊണ്ട് അത് ഈ അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. യോഗീന്ദ്രാണാം ത്വദംഗേശധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുതി സലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ. കാരുണ്യ സിന്ധോ കൃഷ്ണ, കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി, പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കിയ ശ്രീമതി ദിവ്യ ശ്രീധർ മാഡത്തിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു.